ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കുന്നത്തവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവമാണ് കേട്ടോ. നമ്മുടെ ഉത്സവമാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു ടീം ഇറക്കുന്ന കാളയാണ് ഇത്. സംഗമം എന്നായിരുന്നു ഇതിൻ്റെ ടീമിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രാവിലെ അമ്പലത്തിൽ പൂജയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ അമ്പലത്തിൽ പോയിട്ടുള്ളത്. അത് നമ്മുടെ ഷോർട്സിലുണ്ട് പൂജയും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളൊരു 3:30-4 മണി ആയപ്പോഴത്തേക്ക് നമ്മൾ അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അമ്പലത്തിൽ പോകാനല്ല, ആനയെ കാണാനാണ് ഇറങ്ങിയത്. ആനയ്ക്ക് കൊടുക്കാൻ പൈനാപ്പിളും തണ്ണിമത്തനും ഒക്കെ ഏട്ടൻ ഉച്ചയ്ക്ക് വന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഇരിക്കപ്പുറത്ത് തരുന്നില്ല. വാടി നമുക്ക് പോകാൻ, ഫോട്ടോ എടുക്കാൻ റെഡിയാവും എന്ന് പറയുന്നു. ഞാൻ ഇറങ്ങി ചുറ്റിനും നോക്കുമ്പോൾ ഇവിടെ ആരും ഒരു പെണ്ണുങ്ങളും ഒരുങ്ങുന്ന ഞാൻ കാണുന്നില്ല കേട്ടോ. ആരും ഒരുങ്ങിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ മാത്രം ഒരുങ്ങി കെട്ടി എന്തുമായാലും ഇറങ്ങി ഫോട്ടോ എടുക്കാനായിട്ട് പോയി കേട്ടോ. എന്നിട്ടും ആന ഒരുക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ആന ഒരുക്കാതെ തന്നെ നമ്മൾ ആദ്യം കുറച്ച് ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് ആന ഒരുക്കി കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് എന്നും പറഞ്ഞ ടീമാണ്. അവരാണെങ്കിൽ ആനയും പിന്നെന്തോ DJ ലൈറ്റ് ഇതൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏട്ടൻ്റെ ഫ്രണ്ട് ആകാശുണ്ട് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ വന്നത്, ഫോട്ടോ എടുക്കാനെല്ലാം വന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഏട്ടനും പിള്ളേരും പൊടിവാവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരുമായിട്ട് ആനയെ കാണാനായിട്ട് വന്നിട്ടും ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഒരുങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടി നേരത്തെ വരണേന്ന് ആകാശ് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പോയത്. അങ്ങനെ അവിടെ ചെന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ആന ഒരുക്കി ഇവർ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് പിന്നെയും എല്ലാവരും ഫോട്ടോ എടുക്കാനെല്ലാം നിന്നത്. അപ്പോൾ അവിടെ ഫോട്ടോ എടുത്തുകൊണ്ട് നിന്നതാണ് ആകാശാണ് ഞങ്ങളുടെ ഫോട്ടോ എടുത്തു തന്നത്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ ഒരു ചേച്ചിയുടെ കയ്യിലോട്ട് കൊടുത്തതാണ് കേട്ടോ, ഞങ്ങളുടെ വീഡിയോ ഒന്ന് എടുക്കുന്നെന്നും പറഞ്ഞ്. ആ ചേച്ചി എന്തായാലും വീഡിയോ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമായി. എനിക്ക് ആനയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും വേണം, പക്ഷേ എനിക്ക് പേടിയുമാണ് കേട്ടോ. ഞാനപ്പോൾ ആനയുടെ അടുത്തോട്ട് പോകുന്ന കാണുമ്പോഴേ അറിയാമല്ലോ, എനിക്ക് നല്ല പേടിയാണ്. അടുത്ത് നിൽക്കാനൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നേ. ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത വീഡിയോ അല്ല കേട്ടോ, ഇത് നമ്മുടെ ഗ്രൂപ്പിലെങ്ങാണ്ട് ഇട്ട് എനിക്ക് കിട്ടിയതാണ്. ഞാനിത് കണ്ടതേ ഇല്ല, ഈ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നേ. എനിക്കിത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ നമ്മുടെ അമ്പലത്തിൽ വരുമെന്നോ ഇതുണ്ടെന്നോ ഒന്നും ഞാൻ അറിഞ്ഞില്ല. ഏട്ടനോട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതുമില്ല. അപ്പോൾ പിന്നെ ഏട്ടനാണ് ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നത്. അങ്ങനെ ഞാനത് കാണുമായിരുന്നു ചെയ്തത്. അപ്പം നമ്മൾ അവിടെ നിന്ന് ആനയെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ടാണ് വന്നത്. ഇവിടുന്ന് കാള പുറപ്പെടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വീതിയിൽ നമ്മുടെ ഈ വഴി പോകത്തില്ല. അതുകൊണ്ട് തന്നെ കാളയുടെ കൊമ്പും രണ്ട് സൈഡിലത്തെ ആ സാധനങ്ങളും എല്ലാവരും മടക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് വലിച്ചുകൊണ്ട് പോകുന്നത്. വീതി വേണമല്ലോ, നമ്മുടെ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറുന്നിടത്തും അത്രയും വീതി കയറത്തില്ല. അന്നേരം ഇതെല്ലാം അടച്ചും ഈ കൊമ്പിളക്കിയാലും ഒക്കെ കയറ്റാൻ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും അതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഏട്ടനും ശ്രീമോനും എല്ലാം കൂടെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പോകാനുള്ള പ്ലാനിൽ നിൽക്കുവാണ് കേട്ടോ. ഇവരുടെ കൂട്ടത്തിൽ എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ റെഡിയായി നിന്നെങ്കിൽ ഇവിടെ ആരും റെഡി ആവാത്തതുകൊണ്ട് ഞാനും അങ്ങ് മടിച്ചു കേട്ടോ ഇവരുടെ കൂടെ പോകാനായിട്ട്. പിന്നെ ചെറിയതായിട്ട് മഴയും ചാർന്നുണ്ടായിരുന്നു. അപ്പോൾ കാശി എന്തായാലും വലിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു, എങ്കിൽ ഞങ്ങൾ പോവാം, അമ്പലത്തിൽ വരാറാവുമ്പോഴത്തേക്ക് ഞാൻ വിളിക്കാം, അപ്പോഴത്തേക്ക് നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാള പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അവിടുത്തെ കറണ്ടെല്ലാം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം കുറേ സമയം ഇവർ പോകുന്ന സമയം വരെ നമ്മൾ വെളിയിൽ നിന്നു. പിന്നെ ഞാൻ രേൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചിയും മീനും ഒക്കെ പോകുമ്പോൾ എന്നെയും കൂടെ വിളിക്കണേ, ഞാൻ തന്നെ ഉള്ളൂ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് അമ്പലത്തിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ കാള ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരെല്ലാവരും വലിയവരും എല്ലാവരും കൂടെ പിടിച്ച് വലിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പം ഏട്ടൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, കൊച്ചിനെയും പിടിച്ചുകൊണ്ട് വരാൻ നിൽക്കല്ലേ, ഇത് പിടിക്കാതെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ശ്രീമോനെ പിടിച്ചോളാം, നിങ്ങൾ പോയിട്ട് വാന്ന് പറഞ്ഞു. ഒന്നാമതേ കാളയ്ക്ക് കൊണ്ടുപോകാൻ വെയിറ്റ്, അതിൻ്റെ കൂടെ ബൈജോണ്ടും ബാക്കി കയറി ഇരിക്കുകയും കൂടെ ചെയ്തു കേട്ടോ. എന്നിട്ട് പോട്ടെ എന്ന് പുറകെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ വൈറലാക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ ബൈജോൻ്റെ അടുത്ത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇവരങ്ങ് പോയി കുറേ സമയം കഴിഞ്ഞ് നമ്മുടെ ഈ കറണ്ട് ഓഫ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് വീട്ടിലിരിക്കാനും പറ്റുന്നില്ല. ശ്രീമോൻ ഭയങ്കര കരച്ചിലുമായിരുന്നു, മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അവരനുസരിച്ച് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ കുടയൊക്കെ പിടിച്ച് ഞങ്ങൾ അമ്പലത്തിൽ വന്നു. ഒരുപാട് സമയം ഇരുന്നു കേട്ടോ അമ്പലത്തിൽ, നല്ല മഴയായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ ഇരുന്നപ്പോഴത്തേക്ക് ആദ്യം നമ്മുടെ അമ്പലത്തിൽ നിന്ന് തൊട്ട് ആന വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ താലപ്പൊലിയായിട്ട് പോയവരും എല്ലാവരും ഉണ്ടായിരുന്നു, താര ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ നിന്ന്, അപ്പോൾ ഞങ്ങൾ ഇപ്പോഴത്തെ സൈഡിലോട്ട് വന്ന് ഞങ്ങളവിടെ ബാക്കിയെല്ലാം വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. പക്ഷേ നല്ല രസമാണ് കേട്ടോ. നമുക്ക് ഈ ഒരു മഴയും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇതിലും അടിപൊളിയായിട്ട് നടന്നേനെ. മഴ ആയതുകൊണ്ട് കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ കയറി നിന്നു നനയാതിരിക്കാനെന്നൊക്കെ ഏട്ടൻ വിളിച്ചപ്പോൾ പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഏട്ടൻ എവിടെ ആയി, ഇപ്പോൾ വരുമോ എന്നുള്ളത്. എന്നുവെച്ചാൽ ശ്രീമോനെ കൊണ്ട് ഞാൻ നിന്ന് കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീമോൻ എൻ്റെ കയ്യിൽ നിന്നല്ല വേറെ ഒരാളുടെ കയ്യിലും പോകത്തില്ല. എനിക്ക് നടുവിന് വേദനയും ഷോൾഡർ വേദനയും എല്ലാം ആയിട്ടുണ്ട്. രേണിച്ചിച്ച് വിളിച്ചിട്ടൊന്നും ശ്രീമൻ പോയില്ലായിരുന്നേ. അങ്ങനെ ഏട്ടനൊക്കെ ഇങ്ങനെ എത്തുമോ എന്ന് ഓർത്താൽ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഏട്ടൻ പറഞ്ഞു, ഇല്ലടി ഇപ്പോഴേ ഒന്നും എത്തത്തില്ല, മഴ ആയതുകൊണ്ട് എല്ലാവരും ഒന്നും റോഡിൽ കൂടെ പോകുന്നില്ല, അവൻ്റെ നാസിക് ഡോളൊക്കെ കയറി നിൽക്കുവാണ്, ബാക്കി പരിപാടികളെല്ലാം പുറകെ വരുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ.
അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടൻ പറഞ്ഞു നിങ്ങൾ എവിടെ നിൽക്കുന്നത്, ഞാൻ ഇങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു. കാശിക്ക് വയ്യാതായി കേട്ടോ, കാശിക്ക് എന്നെ കാണണം, വീട്ടിൽ പോകണം, എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞു തുടങ്ങി. പിന്നെ ഏട്ടൻ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങ് പോകുന്നു കേട്ടോ, കാലയുടെ കൂടെ നിന്നില്ല, നേരെ ഇങ്ങ് പോന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ശ്രീമോനാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ വലിച്ചുകൊണ്ട് നടക്കുമായിരുന്നു, ബലൂണൊക്കെ വേണമെന്നും പറഞ്ഞ്. അങ്ങനെ പപ്പ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഗതയൊക്കെ വാങ്ങിച്ചു. കാശി അവിടെ നിന്ന് കരയുവാണ്, കാശിക്ക് നെറോട്ടോടെ എന്തോ വേണമെന്നും പറഞ്ഞുകൊണ്ട്. അത് ഞാൻ നോക്കിയപ്പോൾ ബ്ലേഡ് പോലെ ഇരിക്കും. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കളിക്കുന്നുണ്ടേ അത് എന്തെങ്കിലും മുറിവ് എടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു അത് വേണ്ട മോനെ, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ ലേസർ പറയുന്നു. ലേസർ ആണെങ്കിൽ ഇവിടെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചത് പൊട്ടിച്ചിട്ട് പോലും ഇല്ല, ചുമ്മാ കാണുമ്പോൾ അതൊരു ഓരോന്ന് വേണമെന്ന് പറയുന്നതാണ്. അത് കഴിഞ്ഞ് വാങ്ങിച്ചു കൊടുക്കാത്തന്നെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് കാശി. ശ്രീമോനാണെങ്കിൽ ഗതയും കൂടെ കിട്ടിയപ്പോഴത്തേക്ക് അങ്ങ് അറുമാതി ചോടുക. എൻ്റെ കയ്യിലിരുന്ന സമയത്ത് ഇവൻ നടന്നായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ക്ഷീണം വരത്തില്ലായിരുന്നു. ഏട്ടനൂടെ വന്ന് ഗത വാങ്ങിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഓട്ടമായിരുന്നു. അത് കഴിഞ്ഞ് ഏട്ടനാണെങ്കിൽ കടല വാങ്ങിച്ചു. പിന്നെ എവിടെ പോയാലും കടലയും കോളിഫ്ലവർ ബജ്ജി വാങ്ങിക്കാതെ ഒരു കാര്യമില്ലല്ലോ. അപ്പം ഞാൻ കാശിയോട് ചോദിച്ചു കഴിക്കാൻ വല്ലതും വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരാം, ഇതൊന്നും ഞാൻ വാങ്ങിച്ചു തരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബജ്ജി വാങ്ങിക്കാനായിട്ട് വന്നതാണ്. കോളിഫ്ലവർ ബജ്ജി വാങ്ങിച്ചു. നമ്മുടെ ഭാഗത്തു നിന്ന് പോയതായിരുന്നു കേട്ടോ ഹനുമാൻ, അടിപൊളിയായിരുന്നു. നമ്മുടെ ഇവിടെ നിന്നുള്ളതാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, ഇത്രയും പൊങ്ങി കറങ്ങുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഇവിടെ ഇങ്ങനെ ഫ്ലോട്ട് വന്നെങ്കിലും ഇതാ സംഭവം എന്നറിയാത്തത് കൊണ്ട് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള പിള്ളേരെല്ലാമാണ് ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് കളിക്കുന്നത്. പിള്ളേരെന്നല്ല, പിള്ളേരുടെ അമ്മമാരും എല്ലാവരും കളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇവരുടെ കൂട്ടത്തിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ അത് നടന്നില്ല. ഈ മഴയും പെയ്ത് ശ്രീമോനെയും കൊണ്ട് പോകാൻ പാടായതുകൊണ്ട് ഞാൻ പോയതുമില്ല. ഇതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് മിസ് ചെയ്യുകയും ചെയ്തു, പോയാൽ മതിയായിരുന്നു ഓർത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആകാശിൻ്റെയൊക്കെ അവിടെ ഫ്രണ്ട്സ് ടീമിൻ്റെ ആന വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ ബജ്ജി വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോഴത്തേക്ക് ഈ അമ്പലത്തിൻ്റെ മതിലല്ല, നമ്മുടെ ഗേറ്റിന് ഭാഗത്തായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് ആന വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ കാള വരുന്നത്. ഇത് പൊക്കിക്കൊണ്ട് പോകാൻ വെയിറ്റ് ആണല്ലോ. ഞാനപ്പോൾ പറയുകയും ചെയ്തു അടുത്ത വർഷം ഇത് വേണ്ട, വേറെ വല്ലതും മതി, ഇത് ഭയങ്കര പാടല്ലേ കൊണ്ടുപോകാനെന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ രാത്രിയിൽ ഈ ലൈറ്റ് എല്ലാം കൂടി ഇട്ട് വരുന്ന കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ സാധനമായിരുന്നു. വെറൈറ്റി നോക്കി പിടിച്ചതാണ്. ഇതിന് മുമ്പലത്തെ കൊല്ലം ഇതുപോലെ തന്നെ ആയിരുന്നു, ഇതിൻ്റെ ചെറുതായിരുന്നു, ഇത്രയും വലുത് ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. ആ രാത്രി ആയപ്പോഴാണ് കേട്ടോ അതിൻ്റെ ഭംഗി അറിഞ്ഞത്. ആ പോയ വഴി എല്ലാവരും എന്തുമായാലും ഒന്ന് നോക്കി കാണും, വേറെ എവിടെ ഇതുപോലൊരു വെറൈറ്റി ഐറ്റം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഇതിന് മുമ്പലത്തെ 2 കൊല്ലം മുമ്പുള്ള ഉത്സവത്തിന് ഇതിനും വലിയ ഗംഭീരമായ ഉത്സവമായിരുന്നു നടത്തിയത്. പക്ഷേ ഈ വട്ടം മഴ ആയതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് ഇച്ചിരി ഇതായെങ്കിലും നമ്മുടെ കാള നല്ല അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ ആ ഗേറ്റിൻ്റെ അവിടോട്ട് കയറാനുള്ള പാടുകൊണ്ടാണ് അതിൻ്റെ കൊമ്പ് വിളക്കി അതിൻ്റെ സൈഡിലത്തെ എല്ലാം മടക്കി വെച്ചിട്ടാണ് അകത്തോട്ട് കയറ്റിയത്. അത് കഴിഞ്ഞ് അകത്തോട്ട് വന്നതിന് ശേഷമാണ് അതെല്ലാം അവർ സെറ്റ് ചെയ്തത്. ആമ്പിള്ളേർ കളിക്കുന്നതിനെക്കാട്ടി നല്ലതായിട്ട് പെങ്കൊച്ചുങ്ങൾ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവരുടെയൊക്കെ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളും തുള്ളിപ്പോകും കേട്ടോ, അത് വേറൊരു സത്യം. പിന്നെ ചെറിയ മഴയുണ്ടായിരുന്നു, കുട പിടിക്കാതെ നടക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു, ശ്രീമോനും കൂടെ കയ്യിലുള്ളത് കൊണ്ട്. അങ്ങനെ പിന്നെ എന്തുമായാലും ഏട്ടനും ഞങ്ങളെല്ലാവരും കൂടെ ഞാൻ പറഞ്ഞു എനിക്കെല്ലാം കാണണം, കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിൽക്കുമായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്കാണെങ്കിൽ കാശിയെ സുമുക്കുജുമ കൊച്ചനെ വന്നപ്പോൾ ഞാൻ അവരുടെ അടുത്തോട്ട് ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു. അവനെ വിളിക്കാൻ തിരിച്ചു പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഏട്ടനെ കാണുന്നില്ല. അങ്ങനെ ഞാൻ അതുവഴി എല്ലാം നോക്കി നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ മേളക്കാരുടെ അടുത്ത് നിന്ന് തുള്ളുന്നു കേട്ടോ. അത് കണ്ടുകൊണ്ട് അവൻ്റെ ആയിരുന്ന ഗത കണ്ടുകൊണ്ട് ഞാൻ വന്നതാണ്. അങ്ങനെയാണ് ഇവരെ കണ്ടു കിട്ടിയത്. അതിനുശേഷം നമ്മൾ വന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ കയറി കേട്ടോ. മഴ ആയതുകൊണ്ട് കുടയും പിടിച്ച് നിൽക്കേണ്ടല്ലോ, നമ്മുടെ കാള എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി ഐറ്റംസ് കാണാമെന്നും പറഞ്ഞ് ഞങ്ങളവിടെ നിൽക്കുവാണ് കേട്ടോ. പക്ഷേ ഇത് എനിക്ക് പറഞ്ഞിട്ടും എനിക്ക് മതി വരുന്നില്ല, അടിപൊളി കിണ്ണം കാച്ചി സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനി അടുത്ത വർഷം ഇനി എങ്ങനെ ആയിരിക്കുമോ നമുക്കറിയത്തില്ല, ഇത് ഇങ്ങനത്തെ തന്നെ ആയിരിക്കുമോ അതോ പുതിയ എന്തെങ്കിലും ഐറ്റം ആണോ കൊണ്ടുവരുന്നതെന്ന് നമുക്കറിയത്തില്ല. എങ്കിലും ഇത് സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നാസിക് ഡോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ഞാൻ കേൾപ്പിച്ചില്ലല്ലോ, വീഡിയോസിൽ ഒന്നിൻ്റെ സൗണ്ട് കേൾപ്പിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതെങ്കിലും നമുക്കൊന്ന് കേൾക്കാമേ. ഇതുവരെ ഞാൻ ഒന്നും കേൾപ്പിക്കാന്ന് വെച്ചാൽ പാട്ടുണ്ട്, കോപ്പിറൈറ്റ് അടിക്കും കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മുടെ വെടിക്കെട്ടായിരുന്നു. അപ്പോൾ അത് തുടങ്ങിയപ്പോഴത്തേക്ക് ഏട്ടൻ പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞു, കഴിഞ്ഞെന്ന് പറഞ്ഞല്ലാവേ. അങ്ങനെയാണ് നമ്മൾ തിരിച്ചിങ്ങ് വീട്ടിലോട്ട് പോകുന്നത്. അപ്പം 2026 നമ്മുടെ കുന്നത്താവിലെ ഉത്സവം കഴിഞ്ഞിട്ടുണ്ട്.
നോക്കി നോക്കി ഇരുന്ന് ഉത്സവം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തൊരു ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ഉത്സവത്തിൻ്റെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.